സുരേഷ് ഗോപിയുടെ വിജയം വ്യക്തിപ്രഭാവമെന്ന് മണ്ഡലത്തിലെ വോട്ടർമാർ വിലയിരുത്തുന്നു. കേരളത്തിൽ BJP നില മെച്ചപ്പെടുത്തി പല അസംബ്ലി മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്ത് എത്താനും വോട്ട് ശതമാനം കൂട്ടാനും കഴിഞ്ഞു. 5ഓളം പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ നില മെച്ചപ്പെടുത്താനും കഴിഞ്ഞു. ആലത്തൂരിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റമുണ്ടാക്കി രമ്യ ഹരിദാസിൻ്റെ വിജയത്തെ ചെറിയ തോതിൽ തടയാനും കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും മോദിയുടെ 2 അക്ക നേട്ടവും മങ്ങി. താമര വിരിയിക്കും എന്ന് പറഞ്ഞത് നടന്നുവെങ്കിലും സുരേഷ് ഗോപിയുടെ കഴിവും വ്യക്തിപ്രഭാവവും വിജയത്തിന് പ്രധാന കാരണമായി. സ്ത്രീകളും UDFലെ സ്ഥിരമായി പിന്തുണച്ചിരുന്ന ഒരു വലിയ വിഭാഗം ന്യൂനപക്ഷം വോട്ടർമാരും സുരേഷ് ഗോപിയെ പിന്തുണച്ചു. CPMനെ പിന്തുണച്ചിരുന്ന നിഷ്പക്ഷരായ കുറേ വോട്ടർമാരും കരുവന്നൂർ പ്രശ്നവും സുരേഷ് ഗോപിക്ക് അനുകൂലമായി. സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഭാവിയിൽ വലിയ നേട്ടം വികസനവും പ്രതീക്ഷിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടുന്നത്. മോദി മന്ത്രിസഭയിൽ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം ഉറപ്പാണ്. അത് മണ്ഡലത്തിന് വലിയ അനുഗ്രഹമാണെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കും CPMനും ഓരോ സീറ്റ്. പിണറായി ഭരണവിരുദ്ധ വികാരം സംസ്ഥാനം മുഴുവൻ അലയടിച്ചുവെന്ന് ജനങ്ങൾ. ഈ തിരഞ്ഞെടുപ്പ് ഫലം LDFന് ഏറെ കനത്ത തിരിച്ചടിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. 99 സീറ്റ് കിട്ടി ജയിച്ചു എന്ന അഹങ്കാരവും അഹംഭാവവും അതിനും അർഹിക്കുന്ന തിരിച്ചടിയെന്നും ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയാൽ എന്തും ചെയ്യാമെന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഭരണപരാജയവും ഭരണവിരുദ്ധ വികാരവും CPMന് എതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മാറിയതിൻ്റെ അനന്തരഫലമാണ് കണ്ണൂരിലെ CPM കോട്ടയടക്കം കേരളം മുഴുവൻ തകർന്നടിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും സ്വന്തം വാർഡിൽ പോലും ശത്രുവായ K. സുധാകരൻ കടന്നു കയറി വിലസി. കണ്ണൂരിലെ എല്ലാ മണ്ഡലങ്ങളിലും സുധാകരൻ ലീഡ് ഉയർത്തി. CPMനും LDFനും വലിയ ഭീഷണിയായിരിക്കുന്നു. അധികം വൈകാതെ ബംഗാളും ത്രിപുരയും കേരളത്തിൽ ആവർത്തിക്കുമെന്നും അതിൻ്റെ ആദ്യ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. K. മുരളീധരൻ തോൽക്കാൻ കാരണം UDFൻ്റെയും മുരളീധരൻ്റെയും പ്രവർത്തന പരാജയവും കോൺഗ്രസിൻ്റെ അനൈക്യവും സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും കാരണമെന്ന് ജനങ്ങൾ വിലയിരുത്തി. TN പ്രതാപനെ മാറ്റിയത് ഒരു വിഭാഗം പ്രവർത്തകരെ അതൃപ്തിയിലാക്കി. തൃശ്ശൂരിൽ കരുണാകര കുടുംബത്തിന് ഭാഗ്യക്കുറവ് സ്ഥിരമായി കാണുന്നതായി ചിലർ ചൂണ്ടിക്കാട്ടി. വടകരയിൽ നിന്ന് മുരളീധരൻ തൃശ്ശൂരിലെത്തിയപ്പോൾ പാർട്ടി പ്രവർത്തകരിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായതായി പറയുന്നു. തോൽവിക്ക് കാരണം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ശരിയല്ല. മുരളീധരന് ഉത്തരവാദിത്തമുണ്ട്. അതിനുള്ള അശ്രാന്ത പരിശ്രമം നടന്നില്ല. അമിത ആത്മവിശ്വാസവും തോൽവിക്ക് കാരണമായി. അതിന് ഉദാഹരണമാണ് വോട്ടെണ്ണലിൻ്റെ 2 ദിവസം മുമ്പ് BJPക്കെതിരെ നടത്തിയ പ്രസ്താവന. കോഴിമുട്ടയെന്നും വട്ടപൂജ്യമെന്നും പറഞ്ഞത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അനാവശ്യമായിരുന്നു എന്ന് ചിലർ ചൂണ്ടിക്കാട്ടി. മുരളിയും ലീഡറും പത്മജവുമൊക്കെ കോൺഗ്രസിനെ കോട്ടയായി തൃശ്ശൂരിൽ തോറ്റ ചരിത്രങ്ങളാണ് ജനങ്ങൾ ഓർക്കുന്നത്. കരുണാകരൻ്റെ തട്ടകമായിട്ടും ഒപ്പം നിന്നില്ല. കരുണാകരനെ ഇത്രയും സ്നേഹിച്ച കുടുംബത്തിൽ പത്മജ പോലും മാറിപ്പോയത് തൃശ്ശൂരുകാരിൽ ഒരു വിശ്വാസക്കുറവുണ്ടാക്കി എന്ന് വേണം കരുതാൻ. മുരളി കളത്തിൽ ഇറങ്ങി കളിച്ചില്ല. അതേസമയം ഗ്രൗണ്ടിൽ ഇരുന്ന് കളി കാണുകയായിരുന്നു എന്നും ആക്ഷേപമുണ്ട്. ജോസ് കെ മാണി കോൺഗ്രസിൻ്റെ ഭാവി തുലാസിൽ. KM മാണിക്ക് പാരവച്ചത് LDFും ജോസ് കെ മാണിയും എന്ന് പാലക്കാർ പറയുന്നു. KM മാണിയെ എത്രമാത്രം LDF അസംബ്ലിയിലും പുറത്തും ആക്രമിച്ചു. കോഴമാണി എന്ന് വിളിച്ചും നോട്ട് യന്ത്രത്തിൻ്റെ കഥകൾ മെനഞ്ഞും ദ്രോഹിച്ചത് ജനങ്ങൾ ഓർക്കുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ജോസ് കെ മാണി KM മാണി കേരള കോൺഗ്രസിനെ LDFൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയത് അതൊന്നും പാലക്കാർക്കും മാണിയെ പിന്തുണയ്ക്കുന്നവർക്കും സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജോസ് കെ മാണിയുടെ തിരിച്ചടിക്ക് കാരണമാകുന്നത്. LDFിൽ പോയപ്പോൾ ചെറിയ തോതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിലും അതൊന്നും ശാശ്വതമല്ല എന്നതിന് തെളിവാണ് ഇപ്പോൾ ഏറ്റ പരാജയമെന്ന് പാലക്കാർ വിലയിരുത്തുന്നു. ഈ സൂചന ഇനിയുണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാവുന്ന തോൽവിയുടെ ദുസ്സൂചനകളാണ് കാണുന്നതെന്നും KM മാണിയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു.